കഴിഞ്ഞ എപ്പിസോഡിൽ ഹിഗാന് പണി കിട്ടി നിന്നപ്പോൾ ഒരു റോബോട്ട് അവനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ആരാണ്, എന്തിനാണ് ചെയ്തത് എന്നൊക്കെ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു കാർ ഡ്രൈവറെ കാണിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ എന്തോ ഒരു ട്രാക്കിംഗ് ചിപ്പ് പോലെ എന്തോ തിളങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ അയാൾ കഴുത്തിൽ വിരൽ കൊണ്ട് തൊടുമ്പോൾ ഒരു വോയിസ് മെസ്സേജ് കേൾക്കുന്നു. ഇയാളെ പോലെ തന്നെ ഒരുപാട് പേരെ കാണിക്കുന്നുണ്ട്. ഇവരെ എല്ലാവരെയും ടെക്നോളജി ഉപയോഗിച്ച് മോഡിഫൈ ചെയ്തതാണോ അതോ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം എന്തെങ്കിലും സിസ്റ്റം ഇൻബിൽട്ടായിട്ട് ഫിറ്റ് ചെയ്തതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും മെസ്സേജിന്റെ ഒപ്പം കുറച്ച് വിഷ്വൽസും അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചതിയനായ കാക്ക എല്ലാരെയും ചതിച്ച് കൂടുവിട്ടുപോയി. ഇപ്പോൾ ശത്രുവായ കടുവയെ സംരക്ഷിക്കുന്നു എന്നാണ് മെസ്സേജിൽ പറയുന്നത്. എന്നിട്ട് ഹിഗാന്റെയും യമയുടെയും ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഹിഗാനെ രക്ഷിച്ചത് യമയാണെന്നാണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ യമയ്ക്ക് ഓസയുമായിട്ട് എന്തോ ബന്ധമുള്ളതായിട്ടാണ് കാണിച്ചത്. ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിച്ച് കൊല്ലണമെന്നാണ് ഈ ആൾക്കാർക്ക് കിട്ടുന്ന ഓർഡർ. അതിനുശേഷം ഹിഗാനെ കാണിക്കുന്നുണ്ട്. അവനെ ഹീൽ ചെയ്യാനുള്ള എന്തോ ട്രീറ്റ്മെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് റോബോട്ടിനുള്ളിൽ ഇത്രയും നേരം യമയായിരുന്നു എന്ന് കാണിക്കുന്നത്. യമയും ഓർഗനൈസേഷനിൽ തന്നെ ഉള്ള ഒരു നിഞ്ചയാണ്. അയൺമാനൊക്കെ പോലത്തെ ഒരു സൂട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഹിഗാൻ മരിച്ചിട്ടും തിരിച്ചു വന്നത് എന്തോ ഒരു സീക്രട്ട് ആർട്ട് ഉപയോഗിച്ചിട്ടാണ്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഓർഗനൈസേഷന്റെ ചീഫ് യമയെ ഹിഗാന്റെ അടുത്തേക്ക് അയച്ചതാണ്. അവന്റെ ടെക്നീക്കിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഹിഗാനെ അവൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊക്കെ വേണ്ടിയാണ് FBI ഏജന്റായിട്ട് അവന്റെ അടുത്തേക്ക് വന്നത്. അതുമാത്രമല്ല, കുറച്ച് നാളായിട്ട് ഹിഗാനെ ഫോണിൽ വിളിച്ച് ഡയറക്ഷൻസ് കൊടുത്തുകൊണ്ടിരുന്നതും യമയാണ്. ഇതൊക്കെ ചെയ്യാൻ അവൾക്ക് അവളുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ജീവനോടെ ഇരിക്കേണ്ടത് അവളുടെയും കൂടി ആവശ്യമാണ്. പക്ഷെ ഇനിയും അവൻ പഴയതുപോലെ ഫൈറ്റ് ചെയ്യാൻ പോയാൽ അവൻ ഉറപ്പായിട്ട് മരിക്കും. കാരണം വില്ലന്മാരുടെ സൂട്ട് അത്രത്തോളം സ്ട്രോങ് ആണ്. ഇവന്റെ നിഞ്ച ടെക്നീക്സ് ഒന്നും അതിൻ്റെ അടുത്ത് വർക്കാവില്ല. പക്ഷെ അവരെ തോൽപ്പിക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ഒരു ഹെൽമെറ്റ് എടുത്ത് കാണിക്കും. തൊട്ടടുത്ത സീനിൽ ഇതിന്റെ കണ്ടിന്യൂഷനാണ് കാണിക്കുന്നത്. അതായത് യാമാജിയുടെ അടുത്ത് ഒരുത്തം വന്ന് പറയുന്നുണ്ട് അവൾ രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ കൂടെ ഒരു സൂട്ടും കൂടി കൊണ്ടുപോയിട്ടുണ്ട്. ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഉണ്ടായിരുന്നൊരു സൂട്ടാണത്. അതുകൊണ്ട് തന്നെ യാമാജി അതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. പക്ഷെ യമ ആ സൂട്ട് തൂക്കിയത് ഹിഗാന് കൊടുക്കാൻ വേണ്ടിയാണ്. ഗുസോക്കു ഗിയർ എന്നാണ് സൂട്ടിനെ പറയുന്നത്. ഗുസോക്കു എന്ന് പറയുന്നത് പഴയ കാലത്തെ ജപ്പാനീസ് ആർമറിനെയാണ്. ഇത് ഉള്ളതിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൂട്ട് എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ ടൈപ്പ് നിഞ്ച ടെക്നീഷ്യനോടും പൊരുത്തപ്പെടുന്ന ഒരു സൂട്ട്, ഒരു അൾട്ടിമേറ്റ് വെപ്പൺ. ഇതിന്റെ ഇടയ്ക്ക് മൈക്കിനെയും കാണിക്കുന്നുണ്ട്. മൈക്കും കൂടെ ഉണ്ടായിരുന്ന ആളും ആരുടെയും വീട്ടിലിപ്പോൾ ഒളിച്ച് താമസിക്കുകയാണ്. ഇത്രയും നാളും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടും സ്വന്തം ഏജൻസിയായ FBI തന്നെ മൈക്കിന്റെ പിറകെ വരുന്ന അവസ്ഥയാണിപ്പോൾ. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ലിസ്റ്റിലുള്ള ആൾക്കാരെയെല്ലാം ട്രാക്ക് ചെയ്യാനുള്ള പ്ലാനാണ് മൈക്കിന്. പക്ഷെ ഒരു കമ്പ്യൂട്ടർ പോലും ഇല്ലാതെ എന്ത് ചെയ്യാനാണെന്നാണ് മറ്റേ ആൾ ചോദിക്കുന്നത്. അപ്പോഴാണ് മൈക്ക് യമയുടെ കാറിനെ പറ്റി ഓർക്കുന്നത്. അതൊരു സഞ്ചരിക്കുന്ന കമ്പ്യൂട്ടർ സെന്റർ പോലെ ആയിരുന്നല്ലോ. മുമ്പത്തെ എപ്പിസോഡിൽ ക്രാഷ് ആയതിനു ശേഷം അതിപ്പോൾ ഏതോ ഒരു വർക്ക്ഷോപ്പിലാണ് ഉള്ളത്. യമ സൂട്ട് എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുക്കുന്നു. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തെടുത്ത സൂട്ടിന്റെ പേരാണ് കാമുയി. കാമുയി എന്ന് വെച്ചാൽ പവർ ഓഫ് ഗോഡ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നൊക്കെയാണ്. ഒരു ഡിവൈൻ പവർ, അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണ സൂട്ട് പോലെയല്ല, യൂസറിന്റെ ബ്രെയിനുമായിട്ട് ലിങ്ക് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, അത് സൂട്ട് ചെയ്തോളൂ. യൂസർ എത്ര ക്ലിയർ ആയിട്ടാണ് ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നത് അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് സൂട്ടിന് അത് ചെയ്യാൻ കഴിയും. പക്ഷേ സൂട്ടുമായിട്ട് ബ്രെയിൻ സിങ്ക് ചെയ്യാൻ വേണ്ടി ആദ്യം അവനെ ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് അവൻ്റെ ശരീരത്തിൽ ആരെങ്കിലും കത്തിക്കൊണ്ട് കുത്തിയാൽ പോലും അവനതൊന്നും അറിയാൻ പോലും പറ്റില്ല. ഇനിയൊരു പ്രാവശ്യം കൂടി നീ മരിച്ചാൽ നിനക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നിന്നെ രക്ഷിച്ചത് ഞാനാണ്. അതായത് യമയാണ് ഫസ്റ്റ് എപ്പിസോഡിൽ ഹിഗാനെ കുത്തിയത്. ആ സമയത്ത് അവൾ അവളുടെ സീക്രട്ട് ടെക്നിക്ക് ഉപയോഗിച്ച് അവൻ്റെ ബോഡി മരിച്ചതുപോലത്തെ ഒരു സ്റ്റേറ്റിലോട്ട് ആക്കിയെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് ഒരാളുടെ ദേഹത്ത് ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കേൾക്കുമ്പോൾ ഹിഗാൻ ചാടി എണീച്ച് അവളെ ചെവലിലോട്ട് ചേർത്ത് പിടിക്കും. എന്തിനെന്നെ രക്ഷപ്പെടുത്തി, എൻ്റെ ഭാര്യ മകനെ രക്ഷിച്ചൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും അവളുടെ വാച്ച് ഉപയോഗിച്ച് അവൻ്റെ ബോധം കെടുത്തി നേരത്തെ പറഞ്ഞ ആ ഒരു സ്ലീപ്പിംഗ് സ്റ്റേറ്റിലോട്ട് അവനെ കൊണ്ടുപോകും. അതേസമയം തന്നെ വില്ലൻ അവരെ കണ്ടുപിടിക്കും. നിർത്താതെ ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രക്കിലാണ് ഇവരുണ്ടായിരുന്നത്. ആ സിറ്റിയിൽ ആ ഒരു ട്രക്ക് മാത്രമാണ് ഇത്രയും നേരം നിർത്താതെ ഓടിക്കൊണ്ടിരുന്നത്. അത് വെച്ചാണ് ഇവരെ കണ്ടുപിടിച്ചത്. ഇതേ ട്രക്ക് എപ്പിസോഡിന്റെ തുടക്കത്തിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എത്ര പേര് ശ്രദ്ധിച്ച് കാണുമെന്നറിയില്ല. അങ്ങനെ അപ്പോൾ തന്നെ ഫൈറ്റ് സ്റ്റാർട്ടാവും. യമ ലില്ലെന്ന് പറയുന്ന ഞരമ്പനുമായിട്ട് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം ഹിഗാന്റെ ബ്രെയിൻ സൂട്ടുമായിട്ട് സിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ അവ ഉണരുള്ളൂ. ഫൈറ്റ് ചെയ്ത അവസാനം യമ തോൽക്കും. പക്ഷെ പ്ലാൻ ബി എന്നുള്ള നിലയ്ക്ക് ഒരു മെസ്സേജ് നേരത്തെ റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അത് ഹിഗാന്റെ ബ്രെയിനിലോട്ട് ഡയറക്റ്റ് പ്ലേ ചെയ്യുന്നു. യമ ഹിഗാനെ രക്ഷിക്കാൻ കാരണം അവൻ്റെ ഭാര്യയാണ്. മാരി പണ്ട് ഇവളെ രക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷം വർഷങ്ങളോളം ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇവരെ കൊല്ലാൻ ആളെ അയക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടി യമ പോയതാണ്. പക്ഷേ ലേറ്റായിപ്പോയി. ഹിഗാനെ മാത്രമേ അവൾക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. മാരിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഹിഗാൻ ജീവിക്കണം എന്നായിരുന്നു. ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് യമ ഇപ്പോഴും ഹിഗാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ ഒരു മെസ്സേജ് കേട്ട് കഴിയുമ്പോഴേക്കും സിങ്ക്രണൈസേഷൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ആവും. അവസാനം ഹിഗാൻ സൂട്ടും ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. നിഞ്ചാസിൻ്റെ സ്റ്റോറിയിലോട്ട് റോബോട്ട്സും കൂടി വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടോ എന്നറിയില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എമയെ വെച്ചുള്ള സ്റ്റോറിയും ട്വിസ്റ്റുകളും എല്ലാം നൈസായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന സംഭവങ്ങളായിരുന്നു ഈ എപ്പിസോഡിൽ മൊത്തം. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക.